നമസ്കാരം. 10th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികൾ അതിലെ പേജ് നമ്പർ 17ഉം 18ഉം ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. The fourth term of an arithmetic sequence is 45 and fifth term is 56. What is the first term? അപ്പോൾ ഇവിടെ ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്, ഫിഫ്ത്ത് ടേമും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർത്ത് ടേം എന്താണ്? Fourth term 45 and fifth term 56. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കാരണം ഇത് അടുത്തടുത്തുള്ള ടേംസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് d is equal to ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണ്? അഞ്ചാം പദത്തിൽ നിന്ന് നാലാം പദം കുറയ്ക്കുക. ഫിഫ്ത്ത് ടേം 56 മൈനസ് 45 11. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി 11. ഇനി കോമൺ ഡിഫറൻസ് 11 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് ഫോർത്ത് ടേം അറിയാം, ഫിഫ്ത്ത് ടേം അറിയാം. ഏത് ടേം വെച്ചും നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. അപ്പം ആദ്യം ഫോർത്ത് ടേം വെച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫോർത്ത് ടേം മൈനസ് ഈ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 3 അല്ലേ? അതായത് 4 മൈനസ് 1 എന്താണ്? 3 ആണ്. അപ്പം 3 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ 3 പ്രാവശ്യം പൊതുവ്യത്യാസം മൈനസ് ചെയ്യണം. ഫോർത്ത് ടേം മൈനസ് 3d. ഇനി ഫിഫ്ത്ത് ടേമിൽ നിന്നാണെങ്കിലോ ഫസ്റ്റ് ടേം നമ്മൾ ഫിഫ്ത്ത് ടേമിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഫിഫ്ത്ത് ടേം മൈനസ് ഈ ഫിഫ്ത്തും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 5 മൈനസ് 1. ആ പൊസിഷൻ ഡിഫറൻസ് 4 ആണ്. അപ്പോൾ 4 ടൈംസ് കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫോർത്ത് ടേം ആണ് ഇവിടെ നമ്മൾ ചെയ്തത്. ഫോർത്ത് ടേം എന്താണ്? ഫോർത്ത് ടേം ഈസ് 45 മൈനസ് 3 ഇൻറ്റു 11. 45 മൈനസ് 33 12. അപ്പം ഫസ്റ്റ് ടേം 12 കിട്ടി. ഏതെങ്കിലും ഒരു ടേം വെച്ച് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടാൽ മതിയല്ലേ. ഇനി ഇതും നമുക്കൊന്ന് നോക്കാം, ഫിഫ്ത്ത് ടേം വെച്ച് എങ്ങനെ വരുമെന്ന്. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം എന്താണ്? 56 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് 11. 56 മൈനസ് 44 12. നമുക്ക് 12 കിട്ടി. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പം ഇത് 2 ടേം വെച്ചും ചെയ്ത് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, പേജ് നമ്പർ 18 ഒരു പ്രോബ്ലം നോക്കാം. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 65 ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 54. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഫോർത്ത് ടേം തന്നിട്ടുണ്ട്, ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ അതേ ടൈപ്പ് തന്നെ. ഫോർത്ത് ടേം ഈസ് 65. ഫിഫ്ത്ത് ടേം 54. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. രണ്ടും അടുത്തടുത്തുള്ള ടേംസ് ആണ്. കോമൺ ഡിഫറൻസ് d is equal to ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം. അതായത് 54 മൈനസ് 65. ഇപ്പോൾ ഇവിടെ മൈനസ് വരും, കാരണം ചെറുതിൽ നിന്ന് വലുതാണ് മൈനസ് ചെയ്യുന്നത്. അപ്പം മൈനസ് 11. കോമൺ ഡിഫറൻസ് മൈനസ് 11 കിട്ടി. പൊതുവ്യത്യാസം മൈനസ് 11. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു നമ്മൾ ഫോർത്ത് ടേം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫോർത്ത് ടേം മൈനസ് 3 ടൈംസ് കോമൺ ഡിഫറൻസ് 3 ഇൻറ്റു ഡി. ഫോർത്ത് ടേം എന്താണ്? ഫോർത്ത് ടേം ഈസ് 65.
65 minus 3 into common difference is minus 11. 65 ഇവിടെ നോക്ക് മൈനസ് മൈനസ് എന്ത് വരും പ്ലസ് വരും നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് വരും പ്ലസ് 33 98 ഫസ്റ്റ് ടേം 98 കിട്ടി. ഇനി ഇത് തന്നെ ഇപ്പോൾ ഫോർത്ത് ടേം വെച്ചാണ് കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഫ്ത്ത് ടേം വെച്ചും ചെയ്യാം. ഫിഫ്ത്ത് ടേമാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ടേം എങ്ങനെ വരും ഫിഫ്ത്ത് ടേം മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ്. പേജ് നമ്പർ 18 എക്സസൈസ് നോക്കാം. വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര. ഇവിടെ സീക്വൻസ് തന്നിട്ടുണ്ട്. 25th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 11 മൈനസ് 1 10. കോമൺ ഡിഫറൻസ് കിട്ടി 10. ഇനി 25th ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 25th ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്താണ് 24 അല്ലേ? അതായത് നമ്മൾ 25th ടേമും ഫസ്റ്റ് ടേമും കൺസിഡർ ചെയ്യുമ്പോൾ പൊസിഷൻ ഡിഫറൻസ് വരുന്നത് 25 മൈനസ് 1 അതായത് 24 ആണ്. അപ്പം ഇനി 25th ടേം കിട്ടാനായിട്ട് ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 24 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. Therefore 25th ടേം is equal to first term plus 24 into common difference. അതായത് 25ാം പദം കിട്ടാൻ ഒന്നാം പദത്തിൻ്റെ കൂടെ 24 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യണം. അതായത് ഒന്നാം പദവും 25ാം പദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് 24 ആണ്. അപ്പോൾ 24 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നമുക്ക് 25ാം പദം കിട്ടുന്നത്. ഒന്നാം പദത്തിൻ്റെ കൂടെ 24 പ്രാവശ്യം പൊതുവ്യത്യാസം ആഡ് ചെയ്യണം. അതാണ് 25th ടേം ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് 24 ഇൻറ്റു കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം 1 പ്ലസ് 24 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ് 10. 1 പ്ലസ് 240 ദാറ്റ് ഇസ് 241. 25th ടേം എന്താണ് 241. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The 10th term of an arithmetic sequence is 46 and its 11th term is 51. അതിൽ രണ്ട് പാർട്ടായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം, സെക്കൻഡ് പാർട്ട് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 10th ടേമും 11th ടേമും തന്നിട്ടുണ്ട്. 10th term 46 and 11th term 51. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പൊതുവ്യത്യാസം ഡി ഈസ് ഈക്വൽ ടു 11th term മൈനസ് 10th term ദാറ്റ് ഈസ് 51 മൈനസ് 46 5. കോമൺ ഡിഫറൻസ് 5 കിട്ടും. പൊതുവ്യത്യാസം 5 കിട്ടി. ഇനി ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ 10th ടേം ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ 10th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് എത്താൻ 9 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം അല്ലേ. 10th ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമിലേക്ക് 10th ടേമിൽ നമുക്ക് ഫസ്റ്റ് ടേമിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഈ പൊസിഷൻ ഡിഫറൻസ് എന്താണ് 10 മൈനസ് 1 9. അപ്പം 10th ടേമിൽ നിന്ന് 9 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ ഫസ്റ്റ് ടേം എത്തും. അല്ലെങ്കിൽ 10ാം പദത്തിൽ നിന്ന് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് ഒന്നാം പദം കിട്ടും. ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10th ടേം. 10th ടേം മൈനസ്
9 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 10th ടേം എന്താണ്? 46 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് 5 ആണ്. അതായത് 46 മൈനസ് 45. 46 മൈനസ് 45 എന്താണ്? 1. അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ്? 1. ഇനി സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഫസ്റ്റ് 5 ടേംസ് നമുക്ക് എഴുതാമല്ല, കാരണം ഫസ്റ്റ് ടേം കിട്ടി, കോമൺ ഡിഫറൻസും അറിയാം. അപ്പം പിന്നെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് 5 ടേംസ് ആർ. ഫസ്റ്റ് ടേം എന്താണ്? 1. കോമൺ ഡിഫറൻസ് എന്താണ്? 5. അപ്പോൾ സെക്കൻഡ് ടേം എന്തായിരിക്കും? 1 + 5 6. വീണ്ടും 5 ആഡ് ചെയ്ത് പോവുക. എക്സെട്ര ഇങ്ങനെ പോകും. ഫസ്റ്റ് ടേം 1, പിന്നെ 5 ആഡ് ചെയ്യുമ്പോൾ 6, വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ 11, വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ 16, വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ 21, വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ 26. നമ്മൾ ചോദിച്ചിരുന്നത് ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ ഫസ്റ്റ് 5 ടേംസ് ആർ 1, 6, 11, 16, 21. ഇത്രയും ടേംസിലെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 1, 6, 11, 16, 21. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90 എക്സെട്ര. ഇവിടെ 21st ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം എന്താണ്? 100. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് D is equal to സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. അത് 95 മൈനസ് 100. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ്, -5. കോമൺ ഡിഫറൻസ് -5. ഇനി 21st ടേം. ഫസ്റ്റ് ടേമും 21st ടേമും ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് ടേമും 21st ടേമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്നാണ് 20 ആണ് അല്ലേ. 21st ടേമും അതുപോലെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്നാണ് 21 മൈനസ് 1. അതെന്താണ്? 20 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമിനോട് കൂടി 20 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ 21st ടേം കിട്ടും. അല്ലെങ്കിൽ ഒന്നാം പദത്തിൻ്റെ കൂടെ 20 പ്രാവശ്യം കോമൺ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 21ാം പദം കിട്ടും. Therefore 21st term is equal to first term plus 20 into common difference. First term എന്താണ്? 100 plus 20 into common difference എന്താണ്? -5. 100 plus 20 into 500. 20 into നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് നെഗറ്റീവ്. -100. അപ്പോൾ 100 പ്ലസ് -100 അല്ലെങ്കിൽ 100 മൈനസ് 100 എന്ന് വരും. എന്താണ്? 0. അപ്പോൾ 21st ടേം എന്താണ്? 0. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 56 ആൻഡ് ഇറ്റ്സ് 11th ടേം ഇസ് 51. വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. അതായത് 10th ടേമും 11th ടേമും തന്നിട്ടുണ്ട്. 10th 11th തന്നാൽ അടുത്തടുത്തുള്ള ടേംസ് ആണ്. നമുക്ക് വേഗം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. പിന്നെ ഫസ്റ്റ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം. രണ്ടാമത്തെ പാർട്ട് ആദ്യത്തെ 5 ടേംസ് എഴുതാൻ. അപ്പോൾ ഒന്നാം പദവും കണ്ടുപിടിക്കണം, പിന്നെ ആദ്യത്തെ 5 പദങ്ങളും കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് D is equal to 11th ടേം മൈനസ് 10th ടേം. ലെവൻത്ത് ടേം എന്താണ്? 11th ടേം ഇസ് 51 മൈനസ് 10th ടേം എന്താണ്? 56. അപ്പോൾ 51 മൈനസ് 56. ഇവിടെ ചെറുതിൽ നിന്ന് വലുതാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ മൈനസ് ആയിരിക്കും. -5. കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി ഫസ്റ്റ് പാർട്ട് എന്താണ്? ഫസ്റ്റ് ടേം നമ്മൾ ഇതുവരെ ചെയ്ത ടൈപ്പ് തന്നെ. ഫസ്റ്റ് ടേമും 10th ടേമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 9 ആണ്.
അപ്പോൾ 10th ടേമിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം എത്തണമെങ്കിൽ അത് തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 9 ആണ്. അപ്പോൾ 10th ടേമിൽ നിന്ന് 9 ടൈംസ് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അല്ലെങ്കിൽ 10ാം പദത്തിൽ നിന്ന് 9 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചാൽ നമുക്ക് 1ാം പദം കിട്ടും. ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10th ടേം മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ്. 10th ടേം എന്താണ്? 10th ടേം ഈസ് 56 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് -5 ആണ്. 56 ഇവിടെ നെഗറ്റീവ് എന്നാണ്, പോസിറ്റീവ് വരും. 9 ഇൻറ്റു 5 45. 101. ഫസ്റ്റ് ടേം എന്താണ്? 101. ഫസ്റ്റ് ടേം കിട്ടി. ഇനി അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ആയി. സെക്കൻഡ് പാർട്ട് എന്താണ്? റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഇവിടെ 1ാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം 101. നമുക്ക് ഇവിടെ 10ാം പദം എന്താണ്? 56 അല്ലേ? അതായത് ഫസ്റ്റ് 1ാം പദമാണ് വലുത്. കാരണം എന്താണ്? പൊതുവ്യത്യാസം മൈനസ് ആണ്. അപ്പോൾ വരുന്ന ടേംസ് കുറഞ്ഞു വരും അല്ലേ? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടേംസ് പോകും തോറും അത് കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് കാണാം. റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഫസ്റ്റ് 5 ടേംസ്. ഫസ്റ്റ് ടേം എന്താണ്? 101. സെക്കൻഡ് ടേം എന്താണ്? അതിനോട് -5 ആഡ് ചെയ്യണം. -5 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 5 മൈനസ് ചെയ്യണം അല്ലേ? 96. അപ്പം സെക്കൻഡ് ടേം 96. വീണ്ടും 5 മൈനസ് ചെയ്യുക. 5 മൈനസ് ചെയ്യുമ്പം 91. വീണ്ടും 5 മൈനസ് ചെയ്യുക. 86. ഇനി 4 ടേംസ് അല്ലായിട്ടുള്ളൂ. ഒരു ടേമും കൂടെ കണ്ടുപിടിക്കണം. 86 നിന്ന് 5 മൈനസ് ചെയ്താൽ 81. ഇതാണ് ആദ്യത്തെ 5 പദങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. 101, 96, 91, 86, 81. ഇതേ ടൈപ്പ് പ്രോബ്ലംസ് പരീക്ഷയ്ക്ക് ചോദിക്കാം.